സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കളർ മീറ്ററിനെ പറ്റി പറഞ്ഞു അല്ലേ? കളർ മീറ്റർ എന്തിനാണ് ഉപയോഗിക്കുന്നത്, എന്താണ് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞു, പിന്നെ അതിൻ്റെ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ള ഡിഫറെൻറ്റ് പാർട്സിനെ പറ്റി നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യും അല്ലേ? അപ്പോൾ അതിൻ്റെ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഞാൻ വരികയാണ്. അപ്പോൾ നമുക്ക് ഇന്ന് കളർ മീറ്റർ യൂസ് ചെയ്യുമ്പോൾ കുറച്ച് കാര്യങ്ങളുണ്ട്, യൂസ് ചെയ്യുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിന് മുമ്പ് കളർ മീറ്റർ യൂസ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുന്നേ കളർ മീറ്റർ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം, അതിന് കുറച്ച് സ്റ്റെപ്പുകളുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഇന്ന് നോക്കാം. മാത്രമല്ല തന്നിരിക്കുന്ന ഒരു സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന രീതിയിൽ നമുക്കിന്ന് നോക്കാം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നമ്മൾ സാമ്പിൾ സൊല്യൂഷൻസ് യൂസ് ചെയ്ത് ഡിഫറെൻറ്റ് സാമ്പിൾ സൊല്യൂഷൻസ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അല്ലേ കളർ മീറ്റർ അനുസരിച്ച്. അപ്പോൾ ഓരോ സൊല്യൂഷൻ യൂസ് ചെയ്യുമ്പോഴും കളർ മീറ്ററിൻ്റെ സെറ്റിങ്സിന് കളർ മീറ്ററിൻ്റെ കാലിബ്രേഷനും നമുക്ക് ഒന്ന് മാറ്റണം. ആ സൊല്യൂഷന് അനുസരിച്ച് നമ്മൾ കളർ മീറ്ററിനെ ഒന്ന് കാലിബ്രേറ്റ് ചെയ്തെടുക്കണം, അല്ലെങ്കിൽ സെറ്റ് ചെയ്തെടുക്കണം, അഡ്ജസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനു വേണ്ടി കുറച്ച് കാര്യങ്ങളുണ്ട്. ആ സ്റ്റെപ്സ് ഞാൻ നിങ്ങൾക്ക് ഓരോന്നായിട്ടൊന്ന് പറഞ്ഞുതരാം. അത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ ഇവിടെ 2 മെഷീൻസ് വെച്ചിട്ടുണ്ട്. ഒന്ന് കുറച്ചൊരു മോഡേൺ മെഷീനാണ്, മറ്റേത് വെച്ചിട്ടുണ്ട് അത് കുറച്ചുകൂടി അഡ്ജസ്റ്റ്മെൻറ്റ് സെറ്റിങ്സ് കൂടുതലാണ്. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക. അപ്പോൾ നിങ്ങൾ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും നിങ്ങൾ പല ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് മെഷീൻ ഉണ്ട്. ഇപ്പോഴത്തെ മോഡേൺ മെഷീൻസിനൊക്കെ ഒന്നും ചെയ്യാനില്ല, നമുക്ക് നേരിട്ട് സാമ്പിൾ സൊല്യൂഷനോ അല്ലെങ്കിൽ ബ്ലാങ്ക് സൊല്യൂഷനോ ഒക്കെ വെച്ചിട്ട് നമുക്ക് നേരിട്ട് തന്നെ റീഡിങ്സ് എടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ അതിൻ്റെ ബേസിക്കലി നമുക്ക് ഞാൻ പറഞ്ഞ മെഷീനെ കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ കാൽക്കുലേറ്റ് ചെയ്യാൻ നമ്മുടെ പഴയ മെഷീൻസിൽ 2 രീതികളുണ്ട്. ഒന്നെന്ന് പറഞ്ഞാൽ ആദ്യമേ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യണം. അതായത് നമ്മൾ വെക്കുന്ന സൊല്യൂഷനിൽ കൂടി കറക്റ്റായ ലൈറ്റ് കടന്നു പോകുന്നുണ്ടോ എന്നുള്ളതാണ് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസിൻ്റെ കാൽക്കുലേഷൻ. അതിന് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ബ്ലാക്ക് ട്യൂബാണ്. ബ്ലാക്ക് ട്യൂബ് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ലൈറ്റ് ഒന്നും കടന്നു വരുന്നില്ല, കറക്റ്റായി ലൈറ്റിന് ഒരു ലൈറ്റും ആ മെഷീൻ്റെ അകത്തുകൂടി മറ്റ് സോഴ്സുകളിൽ കൂടി കടന്നു വരുന്നില്ല. പിന്നെ ഇതിൻ്റെ അകത്തുള്ള ലാമ്പ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ലൈറ്റ് മാത്രമേ ഇതിൽ കൂടി കടന്നു പോകുന്നു എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടി ആദ്യം നമ്മൾ എന്ത് ചെയ്യും, ഒരു ബ്ലാക്ക് ട്യൂബ് വെച്ച് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസിൽ കളർ മീറ്ററിനെ കാൽക്കുലേറ്റ് ചെയ്യും. മെഷീനാണ് ഞാൻ ഒരു മെഷീൻ്റെ കേസാണ് പറഞ്ഞത്, അടുത്ത മെഷീൻ്റെ കേസ് ഞാൻ പറഞ്ഞത്. രണ്ടാമത് ഉള്ളതാണ് ഇതിൻ്റെ അകത്ത് ബ്ലാങ്ക് സൊല്യൂഷൻ ഇരിക്കും. ബ്ലാങ്ക് സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമല്ല, നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ ആണ് ഉപയോഗിക്കുന്നത്. ഡിസ്റ്റിൽഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്ത് ഡിസ്റ്റിലേഷൻ പ്രോസസ്സിൽ കൂടി ഇമ്പ്യൂരിറ്റീസ് എല്ലാം റിമൂവ് ചെയ്തിട്ട് വെള്ളമാണ്. എന്തിനാണ് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്, എന്തിനാണ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നത്? ഡിസ്റ്റിൽഡ് വാട്ടർ നമ്മൾ നോർമൽ ടാപ്പ് വാട്ടർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇമ്പ്യൂരിറ്റീസ് കണ്ടില്ലേ, പൈപ്പിൻ്റെ വെള്ളം ഗ്ലാസ് കുറിച്ച് നോക്കിയാൽ നമുക്കറിയാം. അപ്പോൾ അങ്ങനത്തെ ഇമ്പ്യൂരിറ്റീസ് എന്തിനെ അൾട്ടിമേറ്റ്ലി ബാധിക്കും? നമ്മൾ എടുക്കുന്ന റീഡിങ്ങിനെ ബാധിക്കും അല്ലെ? നമ്മുടെ സൊല്യൂഷനകത്ത് അങ്ങനത്തെ സോഴ്സിൽ നമ്മൾ വെള്ളമാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞു ലൈറ്റ് ഈ ടെസ്റ്റ് ക്യൂവറ്റിൽ കൂടി കടന്നു പോയി അപ്പുറത്ത് വരുന്ന ലൈറ്റിൻ്റെ അളവിനെയാണ് ഫോട്ടോമെട്രിക്സിൽ മെഷർ ചെയ്യുന്നത്. അത് വെച്ചാണ് നമ്മുടെ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഈ ലൈറ്റ് കടന്നു പോകുമ്പോൾ വെള്ളത്തിനകത്ത് പാർട്ടിക്കിൾസോ മറ്റോ ഉണ്ടെങ്കിൽ എന്ത് പറ്റും? സ്കാറ്റർ ചെയ്യും. സ്കാറ്റർ ചെയ്തുകൊണ്ട് നമുക്ക് കറക്റ്റ് എമൗണ്ട് ഓഫ് ലൈറ്റിനെ കളക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനുവേണ്ടിയാണ് ഡിസ്റ്റിൽഡ് വാട്ടർ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം എക്യുപ്മെൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ബ്ലാക്ക് ട്യൂബ് സീറോ ട്രാൻസ്മിറ്റൻസ് മോഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. രണ്ടാമത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിൽ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യും. എന്തിനെന്ന് പറഞ്ഞാൽ ആ വെള്ളത്തിൽ കൂടി കറക്റ്റായിട്ട് ആ യൂസ് ചെയ്യുന്ന ഫിൽറ്റർ കറക്റ്റായിട്ട് പോകുന്നുണ്ട്, വേറെ വെള്ളത്തിനകത്ത് ഇമ്പ്യൂരിറ്റീസ് ഒന്നുമില്ല, സീറോ റീഡിങ്ങിലാണ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ രണ്ട് മോഡിലും പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിലും ബ്ലാക്ക് ട്യൂബും വെള്ളവും വെച്ചിട്ട് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബ്ലാക്ക് ട്യൂബ് വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്ന ട്രാൻസ്മിറ്റൻസ് മോഡിലും നമ്മൾ ഡിസ്റ്റിൽഡ് വാട്ടർ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിലാണ്. അപ്പോൾ ഇങ്ങനെയാണ് ആദ്യത്തെ കാൽക്കുലേഷൻ. അപ്പോൾ ആ കാൽക്കുലേഷന് നിങ്ങൾ കണ്ടില്ല ഈ പഴയ എക്യുപ്മെൻറ്റിൽ 1-2 നോബുകളുണ്ട്. 1-2 നോബുകൾ സെറ്റ് ചെയ്താണ് നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിലും ട്രാൻസ്മിറ്റൻസ് മോഡിലും എക്യുപ്മെൻറ്റിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ആദ്യമേ ഇതിൻ്റെ 2 നോബുകളുണ്ട്. ഒരു നോബിന് സെറ്റ് 0 എന്നാണ് പറയുന്നത്, രണ്ടാമത്തത് സെറ്റ് 100. ഈ 2 നോബുകളും പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിലും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിലും നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരും.
ആദ്യമേ നമ്മൾ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിൽ ഈ മെഷീനെ കാലിബ്രേറ്റ് ചെയ്യണം. അതായത് നമ്മൾ ഈ ബ്ലാക്ക് ട്യൂബ് വെച്ച് ഇതിനകത്തുകൂടി മറ്റൊരു ലൈറ്റും കടന്നു പോകുന്നില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്താൻ വേണ്ടിയാണ് നമ്മൾ പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിൽ ബ്ലാക്ക് ട്യൂബ് വെച്ചിട്ട് നമ്മളിതിനെ കാലിബ്രേറ്റ് ചെയ്യുന്നത്. അതിനായി നമ്മൾക്ക് ആവശ്യമുള്ള ഫിൽറ്റർ, നമ്മൾ ഉപയോഗിക്കുന്ന സൊല്യൂഷന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫിൽറ്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബ്ലാക്ക് ട്യൂബ്, ഇതാണ് സാമ്പിൾ ഹോൾഡർ എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ, സാമ്പിൾ ഹോൾഡറിലാണ് നമ്മൾ സാമ്പിൾ വെക്കുന്നത്. ആ സാമ്പിൾ ഹോൾഡറിനകത്തേക്ക് ഇറക്കി സാമ്പിൾ ഹോൾഡറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം, പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിൻ്റെ ഈ ബട്ടൺ ഉണ്ടല്ലോ, ഈ കാണുന്ന ബട്ടൺ നമ്മൾ കറക്റ്റായിട്ട് പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസ് മോഡിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തണം. നമ്മൾ ആവശ്യമുള്ള ഫിൽറ്റർ സെലക്ട് ചെയ്യുന്നു, ബ്ലാക്ക് ട്യൂബ് നമ്മൾ വെക്കുന്നു. എന്നിട്ട് ഇത് ഈ സെറ്റ് 100 എന്ന് പറഞ്ഞൊരു നോബ് കൂടെ ഉണ്ട്, അതിനെ നമ്മൾ ഫുള്ളി ക്ലോക്ക് വൈസ് തിരിച്ചു വെക്കുന്നു. എന്താണ് ഫുള്ളി ക്ലോക്ക് വൈസ് എന്ന് പറയുമ്പോൾ ക്ലോക്ക് ഓടുന്ന ദിശയില്ലേ, ക്ലോക്ക് ഓടുന്ന ദിശ, അതായത് ടുവേർഡ്സ് യുവർ റൈറ്റ്, നമ്മൾ ഫുള്ളി ക്ലോക്ക് വൈസ് തിരിച്ചു വെക്കുന്നു. എന്നിട്ട് രണ്ടാമത് ആദ്യം ഇവിടെ കാണുന്ന നോബുണ്ടല്ലോ, ഇവിടെ സെറ്റ് 0 എന്ന് പറഞ്ഞൊരു നോബുണ്ട്. ആ നോബ് നമ്മൾ പയ്യെ അഡ്ജസ്റ്റ് ചെയ്ത് ഇതിനെ 0 ആക്കുന്നു. കണ്ടോ, ഇതിലിപ്പോൾ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ സെറ്റ് 0 നോബ് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ വാല്യൂസ് കുറഞ്ഞ് അവസാനം ഇതിൽ 0ൽ വരുമ്പോഴത്തേക്ക് നമ്മൾ ഈ ബ്ലാക്ക് ട്യൂബിനെ റിമൂവ് ചെയ്തിട്ട് എന്ത് ചെയ്യണം, ബ്ലാങ്ക് സൊല്യൂഷൻ വെച്ച് നമ്മളിനി ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ 0 സെറ്റ് ചെയ്യണം. ഓക്കെ, ഇനി അടുത്തതായി നമ്മൾ ഇതിനെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിൽ കാലിബ്രേറ്റ് ചെയ്യാൻ പോകണം. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിൽ കാലിബ്രേറ്റ് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, ഡിസ്റ്റിൽ വാട്ടർ സൊല്യൂഷൻ വെച്ചിട്ടാണ്. അതായത് ഒരു ക്ലിയർ സാമ്പിൾ സൊല്യൂഷൻ വെച്ചിട്ട് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി 0 ആണെന്ന് ഉറപ്പുവരുത്തുക, 0 സെറ്റ് ചെയ്യുക. അതിനായി നമ്മൾ ഈ ക്യുവറ്റിനകത്ത് ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ടുണ്ട്. ഡിസ്റ്റിൽ വാട്ടർ എടുത്ത് അത് ക്യുവറ്റ് അതിൽ വെക്കുന്നതിന് മുന്നേ ആയി നല്ലപോലെ ഒരു ക്ലീൻ ക്ലോത്ത് വെച്ചോ ടിഷ്യൂ പേപ്പർ വെച്ചോ മറ്റോ തുടയ്ക്കണം. കാരണം എന്താണെന്ന് അറിയാമോ, നമ്മൾ ഈ എടുക്കുമ്പോൾ നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് പറ്റിയാൽ പോലും എന്ത് സംഭവിക്കും, ഇതിൻ്റെ അകത്തുനിന്ന് കടന്നു വരുന്ന ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന ലൈറ്റ് ആ ഫിംഗർ പ്രിൻറ്റിൽ പോലും തട്ടി സ്കാറ്റർ ചെയ്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എപ്പോഴും ക്യുവറ്റ് വെക്കുമ്പോൾ, അത് സാമ്പിൾ വെക്കുമ്പോഴായാലും നല്ലവണ്ണം ക്ലീൻ ചെയ്ത് വേണം സാമ്പിൾ ഹോൾഡറിലേക്ക് വെക്കാൻ. സാമ്പിൾ ഹോൾഡറിലേക്ക് വെച്ചു, സാമ്പിൾ ഹോൾഡറിൻ്റെ ലിഡ് ക്ലോസ് ചെയ്തു, നമ്മുടെ ഈ ബട്ടൺ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിലേക്ക് മാറ്റി. എന്നിട്ട് നമ്മൾ ആദ്യം പെർസെൻറ്റേജ് ട്രാൻസ്മിറ്റൻസിൽ നമ്മൾ എന്താണ് ചെയ്തത്, ഈ സെറ്റ് 100 നോബിനെ ഫുള്ളി ക്ലോക്ക് വൈസ് തിരിച്ചു വെച്ചിട്ട് സെറ്റ് 0 വെച്ചാണല്ലേ നമ്മൾ ബ്ലാക്ക് ട്യൂബ് വെച്ച് 0 സെറ്റ് ചെയ്തത്. പക്ഷേ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മോഡിൽ എന്താണ് നമ്മൾ ചെയ്യുന്നത് പറഞ്ഞാൽ, ഈ സെറ്റ് 100 നമ്മൾ നേരത്തെ ഫുള്ളി ക്ലോക്ക് വൈസ് തിരിച്ചു വെച്ച സെറ്റ് 100 നോബിനെ ഫുള്ളി ആൻറ്റി ക്ലോക്ക് വൈസ് തിരിച്ച് ലോക്ക് ചെയ്യുന്നു. അതായത് ആദ്യം തിരിച്ചു വെച്ചതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വെച്ച് തിരിച്ചു വെക്കുന്നു. എന്നിട്ട് നമ്മൾ ഈ സെറ്റ് ഇത് വെച്ച് തന്നെ, അതേ നോബ് വെച്ച് തന്നെ ഇതിൽ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 0 സെറ്റ് ചെയ്തു. ഇതിലും 0 സെറ്റ് ചെയ്തെടുത്താലേ ഇതിൻ്റെ ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയും 0% ആണെന്ന് ഈ മെഷീൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് വേറെ സാമ്പിളുകൾ അതിൽ വെക്കാൻ സാധിക്കും. സീറോ ആയിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഈ ബ്ലാങ്ക് സൊല്യൂഷനെ നമുക്കിങ്ങനെ റിമൂവ് ചെയ്തിട്ട് നമുക്ക് ടെസ്റ്റ് സൊല്യൂഷൻസ് ഇവിടെ ഉണ്ട് അല്ലേ, ഈ കാണുന്നതാണ് ടെസ്റ്റ് സൊല്യൂഷൻ. അതിൻ്റെ ടെസ്റ്റ് സൊല്യൂഷനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് നിങ്ങളതൊന്ന് കണ്ടോളൂ, വെക്കുമ്പോൾ അതിൻ്റെ റീഡിങ് മാറുന്നതെന്ന് കണ്ടോളൂ. കണ്ടോ, അതിനുള്ള റീഡിങ് കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഓരോ സാമ്പിൾ. അടുത്ത ഇതിപ്പം 2 ഗ്രാം സൊല്യൂഷനാണ്. അടുത്ത ഞാൻ കുറച്ചുകൂടി കൂടിയ ഒരു 8 ഗ്രാം സൊല്യൂഷൻ വെച്ച് കാണിച്ചു തരാം. കണ്ടോ, 8 ഗ്രാം സൊല്യൂഷൻ വെച്ച് കാണിക്കുമ്പോൾ കണ്ടോ റീഡിങ് അതിലും കൂടി. അപ്പോൾ ഓരോ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ 2 ഗ്രാമിൽ കൂടുതലല്ലേ 8 ഗ്രാം. അപ്പോൾ കണ്ടോ 2 ഗ്രാം സൊല്യൂഷന് കിട്ടിയ റീഡിങ് എന്താണ്, ചെറിയ റീഡിങ് അല്ലേ, 0.3637 ആണ് കിട്ടിയത്. അതേസമയം നമ്മൾ 8 ഗ്രാം സാമ്പിൾ സൊല്യൂഷൻ വെക്കുമ്പോൾ എന്ത് കിട്ടുന്നു, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഭയങ്കര കൂടി അല്ലേ, ഭയങ്കരമായിട്ട് വ്യത്യാസം വരുന്നത്. അപ്പോൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ അനുസരിച്ച് ഒപ്റ്റിക്കൽ ഡെൻസിറ്റിയിൽ വ്യത്യാസം വരും. നമ്മൾ ഇത് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ തന്നിരിക്കുന്നത് നോൺ സൊല്യൂഷനാണ് അല്ലേ, എത്ര കോൺസെൻട്രേഷൻ അറിയാൻ പറ്റുന്ന സൊല്യൂഷനാണ്. ഇനി നിങ്ങൾക്ക് ഒരു അൺനോൺ സൊല്യൂഷൻ തന്നാൽ എങ്ങനെ കണ്ടുപിടിക്കുക എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. അതിനു മുന്നേ ഈ സൊല്യൂഷനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഞാനിവിടെ ഈ കാൽക്കുലേറ്റ് ചെയ്യുന്ന രീതി കാണിച്ചു തന്നു. അപ്പോൾ ഞാനിതിൻ്റെ സാമ്പിൾ സൊല്യൂഷൻ എന്നൊക്കെ പറഞ്ഞല്ലേ, സാമ്പിൾ സൊല്യൂഷൻ നമ്മൾ ഇവിടെ നമ്മുടെ കോൺടാക്ട്സ് ഉദ്ദേശിക്കുന്നത് എന്താണ്, നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി അല്ലെങ്കിൽ
കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷനെയാണ് നമ്മൾ സാമ്പിൾ സൊല്യൂഷൻ അല്ലെങ്കിൽ ടെസ്റ്റ് സൊല്യൂഷൻ എന്ന് നമ്മൾ വിളിക്കുന്നത്. അപ്പോൾ ഈ സൊല്യൂഷൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഞാൻ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തുകൊണ്ട് പറഞ്ഞു 2 gram സൊല്യൂഷൻ ആണ്. 2 gram സൊല്യൂഷൻ ആണ്, 8 gram സൊല്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞു. അപ്പോൾ എന്താണ് ഞാൻ ഈ പറയാൻ ഉദ്ദേശിച്ചത്? നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 100 ml സൊല്യൂഷൻ ആണ് മുഴുവൻ നമ്മൾ സ്റ്റോക്ക് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. 2 gram in 100 ml, 4 gram in 100 ml, 8 gram in 100 ml, 10 gram in 100 ml എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 100 ml ഡിസ്റ്റിൽ വാട്ടർ എടുത്തിട്ട് അതിലേക്ക് എന്തിടുന്നു? 8 gram നമ്മുടെ എന്താണ് ആഡ് ചെയ്തത്? കോപ്പർ സൾഫേറ്റ് മറ്റാണ് ആഡ് ചെയ്തിരിക്കുന്നത്. അത് ആ സാമ്പിളിലേക്ക് നമ്മൾ ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുന്ന സ്റ്റോക്ക് സൊല്യൂഷനിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് എത്ര എടുത്താൽ എന്തായിരിക്കും? അതിൽ നിന്ന് ഈ ടെസ്റ്റ് എക്യുപ്മെന്റിലേക്ക് പകർന്നു വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു സ്റ്റോക്ക് സാമ്പിളിൽ നിന്ന് എടുത്ത് പകർന്നാലും ഇതിലെത്തി ഇത്രയും സൊല്യൂഷനിൽ എന്ത് തന്നെ ആയിരിക്കും? 2 gram അല്ലെങ്കിൽ 4 gram അല്ലെങ്കിൽ 8 gram തന്നെ ആയിരിക്കും അതിൻ്റെ കോൺസെൻട്രേഷൻ. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഒരു അൺനോൺ സൊല്യൂഷൻ നോക്കും. അൺനോൺ എന്ന് പറഞ്ഞാൽ അത് എത്രയാണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കോൺസെൻട്രേഷൻ നമ്മൾ എന്തുപയോഗിച്ച് കണ്ടുപിടിക്കണം? കളർ മീറ്റർ ഉപയോഗിച്ച് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഈ എക്സ്പെരിമെന്റ്. അപ്പോൾ ഇതിൽ 1-2 കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു. ടെസ്റ്റ് ട്യൂബ് എടുക്കുന്ന കാര്യം ഞാൻ പറഞ്ഞു. ഓരോ തവണ ടെസ്റ്റ് ട്യൂബ് ക്യൂബറ്റ് കളർ മീറ്ററിനകത്ത് വെക്കുമ്പോഴും നമ്മൾ ട്യൂബ് വെക്കുമ്പോഴും അതിൻ്റെ അകത്ത് ഫിംഗർ പ്രിൻറ്റ്സ് വരാൻ പാടില്ല. നല്ലവണ്ണം വൃത്തിയായ ടിഷ്യൂ പേപ്പർ വെച്ചോ ക്ലോത്ത് വെച്ചോ കൊടുക്കണം. കാരണം എന്താണ്? ഫിംഗർ പ്രിൻറ്റ്സ് വന്നു കഴിഞ്ഞാൽ അതിന് സ്കാറ്ററിംഗ് ആയിട്ട് സ്കാറ്ററിംഗ് ഉണ്ടാവും. രണ്ടാമത്, ഈ സൊല്യൂഷൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഉപയോഗിക്കേണ്ട റിയേജൻസ് എല്ലാം അനലിറ്റിക്കൽ ഗ്രേഡ് ആയിരിക്കണം. നല്ല ക്വാളിറ്റിയുള്ള റിയേജൻസ് യൂസ് ചെയ്യണം. എങ്കിലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് അത് ലാബ് കണ്ടീഷനായാലും നമ്മുടെ ഇവിടുത്തെ കണ്ടീഷനായാലും കിട്ടും. പിന്നെ നിങ്ങൾ ഈ ക്യൂവറ്റ് എപ്പോഴും സാമ്പിൾ ഹോൾഡറിനകത്ത് വെക്കുമ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഇത് നോക്കിയാൽ കാണാം. ഇതിൻ്റെ അത് വേറെ ബബിൾസ് ഒന്നുമില്ല, നല്ല ക്ലീൻ ആയിട്ടിരിക്കുകയാണ്. നമ്മളെടുത്ത് സാമ്പിൾ ഹോൾഡറിലേക്ക് വെക്കുമ്പോൾ നമുക്ക് നമ്മുടെ റിസൾട്ട് പ്രോപ്പറായിട്ട് കിട്ടും. എയർ ബബിൾസ് ഉണ്ടായാലും എന്ത് സംഭവിക്കും? ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞ നമ്മുടെ ലൈറ്റ് സോഴ്സിൽ വരുന്ന ലൈറ്റ് ഈ ടെസ്റ്റ് ട്യൂബിൽ അല്ലെങ്കിൽ ക്യൂബറ്റിൽ കൂടി കടന്നു പോകുമ്പോൾ അവിടെ എയർ ബബിൾസ് ഉണ്ടെങ്കിലും സ്കാറ്ററിംഗ് സംഭവിക്കും. നമ്മുടെ റിസൾട്ടിന് വേരിയേഷൻസ് ഉണ്ടാകും. അപ്പോൾ ഓരോ പ്രാവശ്യം കളർ മീറ്ററിനകത്തേക്ക് സാമ്പിൾ എടുക്കുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? ക്യൂബറ്റിൻ്റെ പുറത്ത് ഫിംഗർ പ്രിൻറ്റോ അല്ലെങ്കിൽ ആ സാമ്പിൾ സൊല്യൂഷനകത്ത് എയർ ബബിൾസോ ഒന്നും ഇല്ലാന്ന് ഉറപ്പുവരുത്തിയേ എപ്പോഴും കളർ മീറ്ററിനകത്ത് വെച്ചിട്ട് നിങ്ങളത് യൂസ് ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും? നിങ്ങളുടെ റീഡിങ്സിന് വേരിയേഷൻസ് വരും. അത് എപ്പോഴും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് സാമ്പിൾ സൊല്യൂഷൻ തന്നു കഴിഞ്ഞാൽ എങ്ങനെ ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കളർ മീറ്ററിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാം എന്നുള്ള രീതിയിൽ നോക്കാം. അപ്പോൾ നിങ്ങളിവിടെ നോക്കിയാൽ അതിൻ്റെ സാമ്പിൾ സൊല്യൂഷൻസ് ഇട്ടിട്ടുണ്ട്. നമ്മുടെ കളർ മീറ്റർ ഈ കളർ മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ പിന്നെ ബ്ലാക്ക് ട്യൂബ് വേണ്ട. ഈ കളർ മീറ്റർ കാൽക്കുലേറ്റ് ചെയ്യാൻ ഡിസ്റ്റിൽ വാട്ടർ സൊല്യൂഷൻ മാത്രം മതി. നമ്മൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി മാത്രം കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ ഇത് ഈ കളർ മീറ്റർ വർക്ക് ചെയ്യാനായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഒരു ഡിസ്റ്റിൽ വാട്ടർ ബ്ലാക്ക് സൊല്യൂഷൻ ഉണ്ട്, ഒരു നോൺ സാമ്പിൾ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത്. ഈ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണെന്ന് നമുക്കറിയാം. പിന്നെ ഒരു അൺനോൺ സാമ്പിൾ. അൺനോൺ സാമ്പിൾ എന്ന് പറഞ്ഞാൽ ഈ സാമ്പിളിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ കാൽക്കുലേറ്റിംഗ് മെത്തേഡിൽ നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു സാമ്പിൾ സൊല്യൂഷൻ നമുക്ക് കോൺസെൻട്രേഷൻ അറിയാവുന്ന ഒരു സാമ്പിൾ സൊല്യൂഷൻ നമുക്ക് തരും. ഒരു സൊല്യൂഷൻ നമുക്ക് അറിയില്ല, അതിനെ നമ്മൾ കണ്ടുപിടിക്കണം. നമുക്കത് കണ്ടുപിടിക്കാൻ ഒരു ഫോർമുലയുണ്ട്. ആ ഫോർമുല ആണ് CU/CS is equal to AU/AS. CU/CS is equal to AU/AS. CU എന്ന് പറയുന്നത് എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ. അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അൺനോണിന്റെ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. CU/CS. CS നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്ന കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സാമ്പിൾ സൊല്യൂഷൻ. അതായത് നമ്മൾക്ക് അറിയാവുന്ന കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻ തന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞില്ലേ, അതാണ് CS, കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ is equal to AU/AS എന്ന് ഞാൻ പറഞ്ഞു. എന്താണ് AU? AU നമുക്ക് എവിടെ നിന്ന് കിട്ടും? കോൺസെൻട്രേഷൻ ഓഫ് അബ്സോർബൻസ് ഓഫ് അൺനോൺ. AU എന്ന് പറയുന്നത്
അബ്സോർബൻസ് ഓഫ് അൺനോൺ. അത് നമ്മൾക്ക് കളറിമീറ്ററിനകത്ത് വെച്ചുള്ള റീഡിംഗ് ആണ്. അബ്സോർബൻസ് ഓഫ് അൺനോൺ ഡിവൈഡഡ് ബൈ അബ്സോർബൻസ് ഓഫ് സാമ്പിൾ. ഫോർമുല മനസ്സിലായല്ലോ? CU by CS is equal to AU by AS. സാമ്പിൾസിന്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന രീതിയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിന് ഈ മെഷീനിൽ നമുക്ക് മറ്റൊരു മെഷീനിൽ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ മെഷീനിൽ ആദ്യമായി എന്ത് ചെയ്യണം? നമുക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കാൽക്കുലേറ്റ് ചെയ്യണം. അതിനായി നമ്മൾ നമ്മുടെ ബ്ലാങ്ക് സൊല്യൂഷൻ എടുക്കുന്നു, സാമ്പിൾ ഹോൾഡറിലേക്ക് വെക്കുന്നു. അതിന് മുമ്പ് നമ്മൾ ആവശ്യമുള്ള ഫിൽറ്റർ ഇവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സൊല്യൂഷന് കോംപ്ലിമെൻ്ററി ആയിട്ടുള്ള ഫിൽറ്റർ നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. ബ്ലാങ്ക് സൊല്യൂഷൻ വെക്കുന്നു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിൽ റീഡിങ് ഈ നോബ് അഡ്ജസ്റ്റ് ചെയ്ത് 0 ആക്കും. 0 ആക്കി കഴിഞ്ഞ് ഈ മെഷീനിൽ നമ്മൾ മറ്റൊന്നും ചെയ്യേണ്ട, എടുക്കുക. നമ്മളുടെ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ അൺനോൺ സൊല്യൂഷൻ എടുക്കണം. കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ ഏതാണോ അതെടുക്കുക, വെക്കുക. അതിൻ്റെ അകത്ത് റീഡിങ് അപ്പോൾ വരും. ആ റീഡിങ് നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ആ റീഡിങ് നോട്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അടുത്ത നമ്മളുടെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ അല്ലെങ്കിൽ സാമ്പിൾ സൊല്യൂഷൻ വെക്കുക. അപ്പോൾ അതിന് റീഡിങ് വേരിയേഷൻ വരും. കണ്ടോ? ആദ്യത്തെ വെച്ച സൊല്യൂഷൻ്റെ റീഡിംഗ് ആണോ രണ്ടാമത് വെച്ചത്? അതിനർത്ഥം എന്താണ്? കോൺസെൻട്രേഷനിൽ അവിടെ മാറ്റം വരുന്നു അല്ലേ? നമ്മൾക്ക് കോൺസെൻട്രേഷനിൽ മാറ്റം വരുമ്പോൾ അവിടുത്തെ റീഡിങ്ങിലും വ്യത്യാസം വരുന്നതായിട്ട് നമുക്കിവിടെ കാണാം. അപ്പോൾ വേറൊരു കാര്യം ഓർത്തോണം, നമ്മുടെ ഫോമുല അവിടെ വീണ്ടും ഒന്ന് ഓർക്കുക. CU കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ, അതായത് അൺനോൺ ആണ്, അൺനോൺ സൊല്യൂഷൻ ആണ്. CU by CS is equal to AU by AS എന്നല്ലേ ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആദ്യം CU ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഈ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ആദ്യം അതിനുവേണ്ടി എന്ത് ചെയ്യണം? ഈ സൊല്യൂഷൻ്റെ AU കണ്ടുപിടിക്കണം അല്ലേ? അതായത് അബ്സോർബൻസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് നമ്മൾ കളറിമീറ്റർ ഉപയോഗിച്ച് അബ്സോർബൻസ് നമുക്ക് റീഡിങ് ഇവിടെ കിട്ടി. എന്നിട്ട് അടുത്ത് നമ്മൾക്ക് ഏത് കണ്ടുപിടിക്കണം? AS ആണ്, സാമ്പിളിൻ്റെ അബ്സോർബൻസ് അല്ലെ സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ അബ്സോർബൻസ്. അപ്പോൾ അതിന് 8 ഗ്രാം സൊല്യൂഷൻ്റെ അബ്സോർബൻസ്, ഇത് നോൺ സൊല്യൂഷൻ ആണ്, എത്ര നമുക്ക് കോൺസെൻട്രേഷൻ അറിയാം. അതിൻ്റെ അബ്സോർബൻസ് നമ്മൾ ഇതേ കണ്ടുപിടിക്കുന്നു. റീഡിങ്ങിൽ മാറ്റം വന്നുണ്ടോ? വേറെ റീഡിങ് വന്നു കണ്ടോ? കണ്ടുപിടിക്കുന്നു. ഇനി നമ്മൾ ആ ഫോമുലയിലേക്ക് ഈ വാല്യൂസിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. CU നമ്മൾ കണ്ടുപിടിക്കണം ബൈ CS എന്ന് പറയുന്നത് എത്രയാണ്? കോൺസെൻട്രേഷൻ ഓഫ് സ്റ്റാൻഡേർഡ് എത്രയാണ്? 8 ഗ്രാം per 100 ml ആണ് നമ്മളിവിടെ യൂസ് ചെയ്തത്. അപ്പോൾ CS is equal to 8 gram per 100 ml is equal to അബ്സോർബൻസ് ഓഫ് അൺനോൺ സൊല്യൂഷൻ നമുക്ക് എത്ര കിട്ടി? കളറിമീറ്ററിനകത്ത് നിന്ന് കിട്ടിയത് 28 അല്ലേ? 28 ആണ് കിട്ടിയത്. അപ്പോൾ 28 ബൈ അബ്സോർബൻസ് ഓഫ് സാമ്പിൾ എത്ര കിട്ടി? 46. അപ്പോൾ CU by 8 is equal to 28 by 46. അപ്പോൾ CU is equal to 28 by 46 into എത്രയാണ്? സ്റ്റാൻഡേർഡ് സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ എത്രയാണ്? 8 ഗ്രാം. അപ്പോൾ CU is equal to 30 by 40 സംതിങ് അല്ലേ കിട്ടിയത്? ബൈ ഇൻറ്റു 8. അത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ സൊല്യൂഷൻ്റെ അൺനോൺ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ ഇപ്പോൾ ഇത്ര എന്ന് കിട്ടുകയാണെങ്കിൽ നിങ്ങളത് എങ്ങനെ ആയിരിക്കും എഴുതുന്നത്? ഞാനിവിടെ നേരത്തെ പറഞ്ഞു എന്താണ്? 8 ഗ്രാം 100 ml 8 ഗ്രാം സബ്സ്റ്റൻസ് 100 ml ഡിസോൾവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതുപോലെ തന്നെ ആയിരിക്കും അൺനോൺ സൊല്യൂഷനും. അപ്പോൾ എഴുതുമ്പോൾ ഇത്ര ഗ്രാം ഇൻ 100 ml എന്നാണ് കിട്ടുന്നത്. അൺനോണിൻ്റെ കോൺസെൻട്രേഷൻ ഇസ് ഈക്വൽ ടു സോ മച്ച് ഗ്രാം ഇൻ 100 ml എന്നാണ്. ആ യൂണിറ്റ് എപ്പോഴും എഴുതണം. അതിനാണ് അവിടെ മാർക്ക്. നമ്മൾ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുകയല്ല, അപ്പോൾ അതിൻ്റെ യൂണിറ്റും എപ്പോഴും അവിടെ എഴുതണം. അപ്പോൾ ഇത്രയാണ് കളറിമീറ്റർ വഴി ഒരു സാമ്പിൾ സൊല്യൂഷൻ്റെ അൺനോൺ സാമ്പിൾ സൊല്യൂഷൻ്റെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കുന്ന ഫോമുലയാണ് CU by CS is equal to AU by AS. നമ്മൾ കളറിമീറ്ററിൽ നിന്ന് കിട്ടുന്ന വാല്യൂസിനെ ഈ ഫോമുലയ്ക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമ്മളുടെ കോൺസെൻട്രേഷൻ കണ്ടുപിടിക്കേണ്ട സൊല്യൂഷൻ്റെ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അപ്പോൾ നമുക്ക് കോൺസെൻട്രേഷൻ്റെ കണ്ടുപിടിക്കുന്ന ഫോമുല നോക്കാം. ഞാൻ പറഞ്ഞിരുന്നല്ലോ, CU by
CS is equal to AU by AS അല്ലേ? അപ്പോൾ അതിൽ CU എന്ന് ഞാൻ പറഞ്ഞ എന്താണ്? കോൺസെൻട്രേഷൻ ഓഫ് അൺനോൺ, നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ട കോൺസെൻട്രേഷൻ. CS എന്ന് പറയുന്നത് കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിൾ, അതായത് നമുക്ക് അറിയാവുന്ന ഒരു കോൺസെൻട്രേഷൻ തന്നിട്ടുണ്ടല്ലേ, അതിൻ്റെ കോൺസെൻട്രേഷൻ. ഇനി അടുത്തത് എന്താണ്? AU അല്ലേ? AU നമുക്ക് എവിടെ നിന്ന് കിട്ടും? അതായത് AU എന്ന് പറയുന്നത് അബ്സോർബൻസ് ഓഫ് അൺനോൺ. പിന്നെ AS അബ്സോർബൻസ് ഓഫ് സാമ്പിൾ. അപ്പോൾ ഇതിൽ AUവും ASും നമുക്ക് എവിടെ നിന്ന് കിട്ടും? അബ്സോർബൻസ് എവിടെ നമുക്ക് കിട്ടുന്നത്? കളറിമീറ്ററിനകത്ത് അല്ലേ? അപ്പോൾ CU നമുക്ക് കണ്ടുപിടിക്കണം. CS എന്നുള്ളത് നമുക്കറിയാം എത്ര ഗ്രാം പെർ 100 ml എന്നുള്ളത്. AU നമ്മൾ അബ്സോർബൻസ് ഓഫ് അൺനോൺ കളറിമീറ്ററിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. ASും നമ്മൾ കളറിമീറ്ററിൽ വെച്ചിട്ട് കണ്ടുപിടിക്കുന്നു. അപ്പോൾ ഇനി ഫോർമുലയിലേക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? നമ്മൾ ഫോർമുലയ്ക്കകത്തേക്ക്, അതായത് CU by CS is equal to AU by AS അല്ലേ? അങ്ങനല്ലേ പറഞ്ഞത്? അപ്പോൾ നമുക്ക് റഫ്ലി കിട്ടിയ വാല്യൂ എത്ര ആയിരുന്നു? CU നമുക്ക് കണ്ടുപിടിക്കണം. നമുക്ക് AU എത്ര ആയിരുന്നു കിട്ടിയത്? AU സേ 30 സംതിങ് ആയിരുന്നു അല്ലേ? 30 സംതിങ് ബൈ മറ്റേത് 46 സംതിങ് ഇൻറ്റു, അപ്പോൾ എത്ര ഒരു ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ CS എത്ര ആയിരുന്നു? കോൺസെൻട്രേഷൻ ഓഫ് സാമ്പിൾ എത്ര ആയിരുന്നു? നമ്മൾ 8 ഗ്രാം സൊല്യൂഷൻ ആയിരുന്നു അല്ലേ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി എടുത്ത് 8. അപ്പോൾ ഇതിന് കിട്ടുന്ന ആൻസർ ആണ് എന്ത്? നമ്മളുടെ അൺനോൺ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. ഈ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ്, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മളുടെ അൺനോൺ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ. അത് നമ്മൾ എഴുതുന്ന യൂണിറ്റ് എങ്ങനെയാണ്? എത്ര ഗ്രാം? ഇപ്പോൾ ഇത് കിട്ടുന്നത് 6 ഗ്രാം ആണെങ്കിൽ 6 ഗ്രാം അല്ലെങ്കിൽ 5.8 ആണെങ്കിൽ 5.6 എത്ര എന്ന് പറഞ്ഞാൽ ഗ്രാം പെർ 100 ml. അങ്ങനെയാണ് നമ്മുടെ ആൻസർ അവിടെ എഴുതേണ്ടത്. അപ്പോൾ രീതി മനസ്സിലായല്ലോ? ഫോർമുല CU by CS is equal to AU by AS അതാണ്. അപ്പോൾ നമുക്ക് കളറിമീറ്ററിൽ വെച്ച് കിട്ടുന്ന വാല്യൂസ് ഈ ഫോർമുലയ്ക്കകത്തേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് അൺനോൺ സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ എത്ര എന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, മനസ്സിലായല്ലോ?